ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ബാർ കോഴ വിവാദം കൊഴുക്കുകയാണ്. ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാരും ഇപ്പോൾ കുഴങ്ങുകയാണ്. ആരോപണം ആരോപിച്ച ബാർ ഉടമകളും കുഴപ്പത്തിൽ തന്നെ. പ്രതിപക്ഷമാണെങ്കിൽ ആര് അന്വേഷണം നടത്തുമെന്നതിൽ ആശയക്കുഴപ്പത്തിലും. എന്നാൽ ഇതിൽ സത്യമെന്തെന്നറിയാതെ ജനങ്ങളും ആശയക്കുഴപ്പത്തിലാണ്. പ്രധാന വാർത്തകളിലേക്ക്. ബാർ കോഴ വിഷയത്തിൽ കേരള സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രഹസനമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. ജില്ലാ കായികമേളയ്ക്ക് കൊയിലാണ്ടിയിൽ തുടക്കം. മുക്കം സബ് ജില്ല മുന്നേറുന്നു. റബ്ബർ വിലയിടിവ് തടയാൻ 20 വർഷം മുൻപ് തുടങ്ങാനിരുന്ന റബ്ബർ ഫാക്ടറി ഇപ്പോഴെങ്കിലും അനുവദിക്കാൻ കമ്പനി ചെയർമാൻ കൂടിയായ മന്ത്രി കെ എം മാണി തയ്യാറാവണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി സി തോമസ്. വിശദമായ വാർത്തകളിലേക്ക്. ബാർ കോഴ വിഷയത്തിൽ കേരള സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്. ബാർ കോഴ പ്രത്യേക സംഘം അന്വേഷിക്കുക, കെ എം മാണി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കലക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർ കോഴ പ്രത്യേക സംഘം അന്വേഷിക്കുക, കെ എം മാണി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബാർ കോഴ വിവാദത്തിൽ കേരള സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സത്യം ഇതുകൊണ്ടൊന്നും പുറത്തുവരില്ല. വിവിധ മേഖലകളിൽ കേസ് അന്വേഷിച്ചിട്ടുള്ള സമർത്ഥരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിദഗ്ധ സംഘം രൂപീകരിക്കണമെന്നും ജനപക്ഷയാത്ര നടത്തുന്ന കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ കൊട്ടേഷൻ ആക്രമണ സംഘത്തിൽ ഉൾപ്പെട്ട കെപിസിസി ജനറൽ സെക്രട്ടറിയെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആദർശത്തിന്റെ പ്രതീകമെന്ന് സ്വയം മേനി നടച്ചു നടക്കുന്ന സുധീരൻ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയുടെ മുദ്രാവാക്യം ശ്രീ സുധീരനും കെപിസിസി ഭാരവാഹികളും തന്നെ കണ്ണാടി വെച്ചൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അതിൽ ഇന്നലെ വടകരയിൽ വെച്ച് ശ്രീ സുധീരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൊട്ടേഷൻ സംഘത്തിൽ പിടിക്കപ്പെട്ട് ജയിലിലാണ്, എന്തേ നിങ്ങൾ നടപടിയെടുക്കാത്തത്? നിങ്ങളുടെ കെപിസിസിയുടെ ഓഫീസ് പേരായ ഒരു വ്യക്തിക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് കോൺഗ്രസിനകത്തും പുറത്തും സംസാരമുണ്ട്. എന്താണ് നിങ്ങളുടെ നിലപാട്? ശ്രീ വി എം സുധീരൻ വായ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അശ്വിനി ദേവ്, സംസ്ഥാന കമ്മിറ്റി അംഗം എ എം റഷീദ്, ജില്ലാ സെക്രട്ടറി എൻ രാജേഷ്, എസ് കെ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ദൂരവും പുതിയ ഉയരവും തേടി കൗമാരക്കാർ അണിനിരുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ തുടങ്ങി. 3 ദിവസം നീളുന്ന മേളയുടെ രണ്ടാം ദിനം പിന്നിട്ടപ്പോൾ മുക്കം സബ് ജില്ലയാണ് മുന്നേറുന്നത്. കായികമേള കെ ദാസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ സംഘമുള്ള സ്കൂളിലെ ടീമുകളുടെ മാർച്ച് പാസ്റ്റാണ്, കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റാണ്. നിങ്ങൾ ഈ ഗ്രൗണ്ടിലൂടെ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ടി കെ രാജേഷ്. മലയോര മേഖലയിലെ സ്കൂളുകളുടെ ആധിപത്യത്തോടെ 13ാമത് ജില്ലാ സ്കൂൾ കായികമേള കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. 3 ദിവസം നീളുന്ന മേളയിൽ 17 സബ് ജില്ലകളിൽ നിന്നുള്ള 3500ഓളം കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. മേളയുടെ രണ്ടാം ദിനം പിന്നിട്ടപ്പോൾ മുക്കം സബ് ജില്ലയാണ് മുന്നേറുന്നത്. പേരാമ്പ്ര സബ് ജില്ല 2ഉം താമരശ്ശേരി സബ് ജില്ല 3ഉം സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നുണ്ട്. സ്കൂൾ തലത്തിൽ സെന്റ് ജോസഫ് HSS പുല്ലൂറാമ്പാറയാണ് 1ാം സ്ഥാനത്ത്. നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസ് HSഉം AM HSS പൂവമ്പായിയും 2ഉം 3ഉം സ്ഥാനത്തുണ്ട്.
ആദ്യ ദിനത്തിൽ സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസിലെ കൃഷ്ണപ്രിയ സുന്ദരനാണ് ജേതാവായത്. ജൂനിയർ വിഭാഗത്തിൽ ദേശീയ താരം KR ആതിര തന്നെ മെഡൽ സ്വന്തമാക്കി. പെൺകുട്ടികളുടെ 200 മീറ്റർ മത്സരങ്ങളിൽ ഉഷ സ്കൂളാണ് മെഡൽ വാരിയത്. രണ്ടാം ദിനം 41 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. കായികമേള കെ ദാസൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാധ്യക്ഷ കെ ശാന്ത ടീച്ചർ അധ്യക്ഷയായിരുന്നു. ദ്രോണാചാര്യ OM നമ്പ്യാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. Nia Rose Raju, St. Joseph HS, Pullurambara. Second place, Rehana TP. Presentation of judges. ഇന്നും നാളെയും എന്താണ് എന്ന് മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഇന്നലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അജ്ഞരാണെന്ന് MK രാഘവൻ MP. വാർത്താ മാധ്യമ രംഗത്തെ നവസംരംഭമായ ഡിജിറ്റൽ മീഡിയ അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനവും DMA ആരംഭിക്കുന്ന മലയാളം വാർത്താ പോർട്ടലായ ദി കേരള പോർട്ടിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താ മാധ്യമ രംഗത്തെ നവസംരംഭമായ ഡിജിറ്റൽ മീഡിയ അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം ഹോട്ടൽ മലബാർ പാലസിൽ MK രാഘവൻ MP നിർവഹിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സർവ്വസാധ്യതകളും വാർത്താവിനിമയ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് DMA ആരംഭിക്കുന്ന മലയാളം വാർത്താ പോർട്ടലായ ദി കേരള പോസ്റ്റിന്റെ ലോഗോ പ്രകാശനവും MP നിർവഹിച്ചു. ഇന്നും നാളെയും എന്താണെന്ന് മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് തൂലിക പടവാളാക്കിയ കാലത്തെക്കുറിച്ച് അറിയില്ല. ഇന്നലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കാത്ത ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ മലയാളം വാർത്താ പോർട്ടലിന്റെ പ്രാധാന്യം വളരെ ഏറെയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ജനറേഷന് അതൊന്നും അല്ലെങ്കിൽ അവർക്ക് ഇന്നലത്തെ കാര്യം അറിയേണ്ടതില്ല. ഇന്നും നാളെയും എന്താണ് അവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ പലതും നടന്നിരിക്കാം, അത് ഞങ്ങളെന്ത് വേണം എന്നുപോലും അറിയുന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. അവിടെയാണ് കേരള പോസ്റ്റിന്റെ പ്രസക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ N. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. MLA A. പ്രദീപ് കുമാർ, KSIE ചെയർമാൻ MC മായിൻ ഹാജി, കേരള പ്രസ് അക്കാദമി മുൻ ചെയർമാൻ NP രാജേന്ദ്രൻ, ചീഫ് എഡിറ്റർ P. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായ കോഴിക്കോട് വേദിയാവുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ഇനി നാളുകൾ എണ്ണി തുടങ്ങാം. ദേശീയ ഗെയിംസിനായി ഒരുങ്ങുന്ന കോഴിക്കോട്ടെ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ജനുവരി 1 മുതൽ 9 വരെയാണ് ഫുട്ബോൾ മത്സരം കോഴിക്കോട് അരങ്ങേറുന്നത്. 35ാമത് ദേശീയ ഗെയിംസിനായി ഒരുങ്ങുന്ന കോഴിക്കോട്ടെ സ്റ്റേഡിയങ്ങൾ മികച്ചതാണെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തിയതോടെ ഇനി ട്രാക്കിൽ വിസിൽ മുഴങ്ങുന്ന നേരത്തിനായി കാത്തിരിക്കുകയാണ് കോഴിക്കോട്ടെ കായിക പ്രേമികൾ. കാൽപന്തു കളിയുടെ ഈറ്റില്ലമായ കോഴിക്കോട്ട് തന്നെയാണ് ഈ വർഷത്തെ ഫുട്ബോൾ മാമാങ്കങ്ങൾ അരങ്ങേറുന്നത്. പുരുഷ ഫുട്ബോൾ, വോളിബോൾ, ബീച്ച് വോളിബോൾ മത്സരങ്ങൾക്കാണ് കോഴിക്കോട് വേദിയാവുന്നത്. ജനുവരി 1 മുതൽ 9 വരെയാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. ജനുവരി 1 മുതൽ 5 വരെ ബീച്ച് ഫുട്ബോളും വോളിബോൾ മത്സരം 9 മുതൽ 14 വരെയും നടക്കും. വോളിബോൾ മത്സരം VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. പുരുഷ ഫുട്ബോൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും. പുരുഷ ഫുട്ബോളിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിലാകും നടക്കുക. പിന്നീട് ഇവിടെ പരിശീലനത്തിനായുള്ള ഗ്രൗണ്ടാക്കി മാറ്റാനായിരിക്കും തീരുമാനം. കൂടാതെ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടും സാമൂതിരി ഹൈസ്കൂൾ ഗ്രൗണ്ടും പരിശീലനത്തിനായി ഒരുക്കാനും നിർദ്ദേശമുണ്ട്. അതിനാൽ ഗ്രൗണ്ടിന്റെ മിനുക്കുപണികൾ 1 മാസം കൊണ്ട് തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാന സ്റ്റേഡിയങ്ങളായ ഇൻഡോർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെയും മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാകും. കളിക്കാർക്കുള്ള ചേഞ്ചിംഗ് റൂം, ഡോക്യൂം റൂം, VIP റൂം, മീഡിയ സെന്റർ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 90% ഇവയുടെ പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. കളിക്കാർക്കും കാണികൾക്കും ഇവിടെ പ്രത്യേക പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരിക്കും. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ കളിക്കാർക്ക് പരിശീലനം നടത്താൻ വേദിക്ക് പുറത്തും സംവിധാനം ഒരുക്കുന്നുണ്ട്. കൂടാതെ കാണികൾക്ക് മത്സരങ്ങൾ കാണാനുള്ള ഗാലറിയും പെയിന്റ് അടിച്ച് മോടി പിടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉണ്ടാവും. കോഴിക്കോട് നടക്കുന്ന മത്സരങ്ങൾ സൗജന്യമായി കാണാനുള്ള സൗകര്യം നാഷണൽ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി പറഞ്ഞു. പുരുഷ ഫുട്ബോൾ മത്സരത്തിൽ 8 ടീമുകളാണ് മത്സരിക്കുന്നത്. ഗെയിംസിനാവശ്യമുള്ള സാങ്കേതിക കായിക ഉപകരണങ്ങൾ ഡിസംബറോടെ എത്തിക്കും. ക്ഷേത്രാചാരങ്ങളെപ്പറ്റിയോ ഹൈന്ദവ സിദ്ധാന്തങ്ങളെപ്പറ്റിയോ വകതിരിവില്ലാത്ത രാഷ്ട്രീയ ദേവസ്വം കമ്മിറ്റികൾ ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാനാവില്ലെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. നാലപ്പാട്ട് മാധവക്കുട്ടിക്ക് കുടുംബപരമായി സിദ്ധമായ ക്ഷേത്രവും ക്ഷേത്രക്കുളവും തുടർന്നും ആരാധനാലയമായി തന്നെ അവരുടെ കുടുംബത്തിലേക്ക് അർഹതപ്പെട്ടതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും മലബാർ ദേവസ്വം ബോർഡിലും രാഷ്ട്രീയ പരിഗണനയോടുകൂടി വരുന്ന കമ്മിറ്റികൾ അർത്ഥശൂന്യമാണെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് അഭിപ്രായപ്പെട്ടു. ക്ഷേത്രം കമ്മിറ്റികളിൽ വിവിധ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും ക്ഷേത്രാചാരങ്ങളെപ്പറ്റിയും ഭാരതീയ ശാസ്ത്ര നിരൂപണങ്ങളെപ്പറ്റിയും അറിവുള്ള പണ്ഡിതന്മാരായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം സജ്ജമാക്കേണ്ടത് ക്ഷേത്ര നിലനിൽപ്പിന് ആവശ്യമാണ്. രാഷ്ട്രീയമായോ സാമുദായികമായോ ഉള്ള പരിഗണനകൾ ദേവസ്വം കമ്മിറ്റികളിൽ ഉണ്ടാകുന്നത് ക്ഷേത്രോദ്ധാരണത്തിന് ഉതകുന്നതായിരിക്കുകയില്ല. മഹാക്ഷേത്രങ്ങളിൽ സ്വർണ്ണപ്രശ്നം വയ്ക്കുന്നത് പാണ്ഡിത്യമുള്ള വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആചാര്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാവുന്നത് ശാസ്ത്ര നിരൂപണത്തിന് ഉത്തമമായിരിക്കും. നറുക്കെടുപ്പുകൾ വഴി ആചാര്യന്മാരെ നിയമിക്കുന്നത് ശാസ്ത്രചിന്തനയ്ക്ക് ഒരിക്കലും ഭൂഷണമായിരിക്കുകയില്ല എന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്തിന്റെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് ബോംബെയിനപ്പുറം 2 പ്ലാന്റിൽ വെച്ചിട്ട് ആകാത്ത ശർക്കര ചേർത്തിട്ട് കൊണ്ടുവരുന്ന അപ്പം ഭക്തന്മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ശരിയുള്ളതല്ല. സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേപ്പൂർ ടി കെ മുരളീധര പണിക്കർ, ശ്യാംജിത്ത് പാലക്കൽ ബേപ്പൂർ, കണ്ണംകുളക്കാട്ടിൽ മനോഹര തന്ത്രി, പൈങ്ങോട്ട് ശക്തിധരൻ പണിക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. റബ്ബർ വിലയിടിവ് തടയാൻ 20 വർഷം മുൻപ് തുടങ്ങാനിരുന്ന റബ്ബർ ഫാക്ടറി ഇപ്പോഴെങ്കിലും അനുവദിക്കാൻ കമ്പനി ചെയർമാൻ കൂടിയായ മന്ത്രി KM മാണി തയ്യാറാവണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. കോഴമന്ത്രിക്കെതിരെ സമരം ചെയ്ത പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്നും PC തോമസ് കോഴിക്കോട്ട് പറഞ്ഞു. ടയർ ഫാക്ടറി തുടങ്ങണം. ശ്രീ PC ജോർജ് ഉൾപ്പെടെ പലരും അസംബ്ലിയിൽ അന്ന് വൻപിച്ച അഴിമതി ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പാലാഴി ടയറിനെ കുറിച്ച്. തന്നെയല്ല, അദ്ദേഹം ഒരു ആരോപണം കൊണ്ടുവന്നത് കേരളത്തിൽ വേറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടയർ കമ്പനിയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി പാലാഴി ടയർ മുക്കി എന്നാണ്. KM മാണിക്കെതിരെ വൻ കോഴ വിവാദം ഉയർന്നിട്ടും ഒരു കേസ് പോലും ഇന്നേവരെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ റബ്ബർ വിലയിടിവ് കണക്കിലെടുത്ത് KM മാണി കർഷകരോടും ജനങ്ങളോടും പറഞ്ഞ വാഗ്ദാനം ഇന്നെങ്കിലും പാലിക്കണമെന്നും പാലാഴി ടയർസ് എന്ന വൻകിട ടയർ ഫാക്ടറി തുടങ്ങണമെന്നും PC തോമസ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പാലാഴി ടയർസ് ഒരു വൻകിട ടയർ കമ്പനിയുമായി ചേർന്ന് മുഖി എന്ന PC ജോർജിന്റെ അഴിമതി ആരോപണം അന്വേഷിക്കുവാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നും PC തോമസ് ആവശ്യപ്പെട്ടു. റബ്ബർ വിലയിടിവ് പരിഹരിക്കുവാൻ കേരള സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ താൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണെന്നും PC തോമസ് പറഞ്ഞു. കണ്ടൽക്കാട് തണ്ണീർത്തടം സംരക്ഷിക്കുക, ഭൂമാഫികളെ തിരിച്ചറിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ കോട്ടൂളി തണ്ണീർത്തട മേഖലയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് K മോഹനൻ സംസാരിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കോട്ടോളി തണ്ണീർത്തടം മേഖലയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ടൽക്കാടി തണ്ണീർത്തടം സംരക്ഷിക്കുക, ഭൂമാഫിയകളെ തിരിച്ചറിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടായ്മ നടന്നത്. കോട്ടൂളിയിൽ 26 ഏക്കർ തണ്ണീർത്തടം കഴിഞ്ഞ ദിവസം മറച്ചു വിൽപ്പന നടത്തിയിരുന്നു. അതിൽ ജില്ലാ ഭരണകൂടത്തിന് പങ്കുണ്ടെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ആരോപിച്ചു.
തടങ്ങൾ സംരക്ഷിക്കൂ, സംരക്ഷിക്കൂ. ബൈപ്പാസിന്റെ തീ ഏക്കറയെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒത്തുകളിച്ചെന്ന ആരോപണവും ശക്തമാണ്. യഥാർത്ഥ ഭൂമാഫിയകളെയും റിയൽ എസ്റ്റേറ്റ് തൊഴിലാളികളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ മോഹനൻ, ജില്ലാ പ്രസിഡന്റ് സാഹിർ, കെ രാമദാസൻ, കെ വി രമേശൻ എന്നിവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ചെറുവണ്ണൂർ ഹൈവേയിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രവേശന കവാടം TP റോഡിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനെതിരെ മദ്യഭൂതത്തിന് ചിതിയൊരുക്കി പ്രതിഷേധിച്ചു. കോയസ് പരിസരത്ത് നിന്ന് ഹൈക്കോടതി വിധിയെ അഭിവാദ്യം അർപ്പിച്ച് നീങ്ങിയ പ്രകടനം ബീവറേജിന് മുൻപിൽ പോലീസ് തടഞ്ഞു. വെൽഫെയർ പാർട്ടി നേതൃത്വത്തിലാണ് സമരപരിപാടികൾ നടന്നത്. ദേശീയപാത ചെറുവണ്ണൂരിൽ ജനജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ സമര പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കവേ ഇപ്പോൾ വന്ന ഹൈക്കോടതി വിധി മറികടക്കാൻ ഔട്ട്ലെറ്റിന്റെ മുഖം TP റോഡിലേക്ക് തിരിക്കാനുള്ള കുൽസിത ശ്രമത്തിനെതിരെ വെൽഫെയർ പാർട്ടി ചെറുവണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി മദ്യഭൂതത്തിന് ചിതയൊരുക്കി പ്രതിരോധം തീർത്തു. കോയസ് പരിസരത്ത് നിന്നും ഹൈക്കോടതി വിധിക്ക് അഭിവാദ്യം അർപ്പിച്ച് നീങ്ങിയ പ്രകടനം ബീവറേജിന് മുൻപിൽ പോലീസ് തടഞ്ഞു. പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം CV ദുർഗാദേവി ഭൂതത്തിന് തീകൊളുത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA ഖയ്യൂം മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ കോയ മൂപ്പൻസ്, TA റൈസ് എന്നിവർ സംസാരിച്ചു. മൊയ്തീൻ കോയ, A ഷിയാസ്, AP റഷീദ്, പ്രമോദ് കൊല്ലേരിത്താഴം എന്നിവർ നേതൃത്വം നൽകി. ഡയറക്ടറേറ്റ് ഓഫ് ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിംഗ് സഹവാസ ക്യാമ്പിന് ശിക്ഷാസദനിൽ തുടക്കം. 3 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് MP അബ്ദുൾ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടറേറ്റ് ഓഫ് ഐഡിയൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടീച്ചർ ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് ശിക്ഷക് സദനിലാണ് തുടക്കമായത്. MP അബ്ദുൾ സമദ് സമദാനി MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപനത്തിന്റെയും വിദ്യാർത്ഥിത്വത്തിന്റെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സമയനിഷ്ഠ. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നമ്മൾ എവിടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും രണ്ട് മേഖലയിലും സമയത്തെ, അതിന്റെ പ്രാധാന്യത്തെ അവഗണിക്കാൻ കഴിയില്ല. ഡയറക്ടർ M അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. ശിക്ഷക് സദൻ മാനേജർ NK അബൂബക്കർ, ഇസ്മായിൽ, സാബിർ, ഗഫൂർ, ജലീല ടീച്ചർ മുക്കം, യുവസാഹിതി ട്രഷറർ KM റാഷിദ് അഹമ്മദ്, കോർഡിനേറ്റർ PP ഫിറോസ്, അമ്മിണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കലാരംഗത്തെ പ്രമുഖരാണ് വിവിധ സെഷനുകളിൽ സംബന്ധിക്കുന്നത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നായി 200-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഫറൂഖ് ചുള്ളിക്കാപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ HMS നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. N പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് ചുങ്കം ചുള്ളിപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓട്ടോ ഡ്രൈവർമാർ റോഡ് ഉപരോധിച്ചു. സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ HMS നേതൃത്വത്തിലാണ് ചുള്ളിപ്പറമ്പ് റോഡ് ഉപരോധിച്ചത്. N പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചുങ്കത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്ത ഓട്ടോകൾക്കെതിരെ ഫറൂഖ് പോലീസ് നടപടിയെടുക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇസ്മായിൽ, ഷാജഹാൻ, റഫീഖ് പുനാക്കിൽ, മുഹമ്മദ് ഷാഫി, സുരേഷ് ബാബു VP എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി IT മേള നവംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് നഗരത്തിൽ വിവിധ സ്കൂളുകളിൽ നടക്കും. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ VHSC വിദ്യാർത്ഥികളുടെ വൊക്കേഷണൽ എക്സ്പോയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള നവംബർ 13, 14, 15 തീയതികളിലായി കോഴിക്കോട് മോഡൽ, BM, സെന്റ് ജോസഫ് ബോയ്സ്, ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ്, ഹിമായത്തിൽ ഹയർ സെക്കൻഡറി എന്നീ 5 സ്കൂളുകളിലാണ് അരങ്ങേറുന്നത്. BM മോഡൽ സ്കൂളുകളിൽ പ്രവൃത്തി പരിചയമേളയും, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ ശാസ്ത്ര IT മേളകളും, ഹിമായത്തിൽ സ്കൂളിൽ സാമൂഹ്യശാസ്ത്ര മേളയും, സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഗണിതശാസ്ത്ര മേളയും നടക്കും. 17 സബ് ജില്ലകളിലെ പ്രതിനിധീകരിച്ച് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഏതാണ്ട് 8000-ഓളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. അധ്യാപകർക്കായി വിവിധ വിഭാഗങ്ങളിൽ ടീച്ചിംഗ് എയ്ഡ്സ് മത്സരവും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വൊക്കേഷണൽ എക്സ്പോയും ഇത്തവണ ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് നടക്കും.
പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 13 മോഡൽ ഹൈസ്കൂളിൽ എ പ്രദീപ് കുമാർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മേയർ എ കെ പ്രേമജം നിർവഹിക്കും. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മൂല്യച്യുതികൾക്കും ഭീകരതയ്ക്കുമെതിരെ നവാഗതരായ എഴുത്തുകാരുടെ പ്രതികരണമാണ് അവരുടെ സൃഷ്ടികളായി പുറത്തുവരുന്നതെന്ന് MT വാസുദേവൻ നായർ. സഹോദരങ്ങളായ നസിൽ ഷറഫ്, ഷർഫുനിസ എന്നിവരുടെ കൃതികൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂല്യച്യുതികൾക്കും ഭീകരതയ്ക്കുമെതിരെ നവാഗത എഴുത്തുകാരുടെ പ്രതികരണമാണ് അവരുടെ സൃഷ്ടികളായി പുറത്തുവരുന്നതെന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. തങ്ങൾ കടന്നുവന്ന തീവ്രമായ അനുഭവങ്ങളാണ് യുവ എഴുത്തുകാരുടെ കൃതികളിൽ നിഴലിക്കുന്നത്. സഹോദരങ്ങളായ നിസിൽ ഷറഫ്, സർഫുനിസ എന്നിവരുടെ കൃതികൾ കോഴിക്കോട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോർവിമാനങ്ങളും ഭീകരാന്തരീക്ഷവുമില്ലാത്ത സമാധാനം പുലർന്ന ലോകത്തിനായുള്ള പ്രത്യാശകളാണ് ചെറുപ്രായത്തിൽ സാഹിത്യരചന നടത്തിയവരുടെ കൃതികളിൽ കാണാനാവുന്നത്. അവരുടെ വിഹുലതകളും ചിന്തകളും സാഹിത്യകൃതികളായി പുറത്തുവരുമ്പോൾ ശ്രദ്ധിക്കാൻ മുതിർന്നവർക്ക് ബാധ്യതയുണ്ടെന്നും MT അഭിപ്രായപ്പെട്ടു. നിസിൽ ഷറഫിന്റെ ദി ലാസ്റ്റ് ഫ്ലവർ KP സുധീരിക്ക് നൽകിയും ഞാൻ മലാല KN കുഞ്ഞമ്മദിന് നൽകിയും ഷറഫുനിസയുടെ പെയിൻ ഓഫ് ലവ് മാധ്യം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാന് നൽകിയും MT വാസുദേവൻ നായർ പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷം വഹിച്ചു. O അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. KN കുഞ്ഞാമുദ് KP സുധീര, GPM നായർ, ഷൈബിൻ നന്മണ്ട, G ബിനീഷ, അഡ്വക്കേറ്റ് PV വിജയൻ, ബിജു മാസ്റ്റർ, രാജേഷ് പാലങ്ങാട്, സെയ്ഫ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ബുക്ക്ബെറി ഇന്ത്യയാണ് നിസിൽ ഷറഫിന്റെയും ഷർഫുനിസയുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആർഭാട വിവാഹങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്. ദൂർത്തുകൊണ്ട് പിശാചിനെ വിരുന്നൂട്ടരുത് എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആർഭാട വിവാഹങ്ങൾക്ക് പ്രത്യേക നികുതി ഏർപ്പെടുത്തണമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് അഭിപ്രായപ്പെട്ടു. ഇത്തരം വിവാഹങ്ങളിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദൂർത്തുകൊണ്ട് പിശാചിനെ വിരുന്നൂട്ടരുത് എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവാഹം, യാത്ര, വീട് തുടങ്ങിയ സകല മേഖലകളിലും കൊടിയ ധൂർത്താണ് നടക്കുന്നത്. മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തുള്ളവരും ഇത്തരം ധൂർത്തിന് പിന്നാലെയാണ്. ആർഭാട വിവാഹങ്ങളിലെ സാന്നിധ്യം കൊണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ധൂർത്തിൽ പങ്കാളികളാവുകയാണ്. നികുതി പണം ഉപയോഗിച്ചാണ് മന്ത്രിമാർ യാത്ര നടത്തുന്നത്. ഇത്തരം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ മന്ത്രിമാരുടെ ജനങ്ങൾക്ക് ആവശ്യപ്പെടാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുരുഷന്മാരെക്കാളേറെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളായതുകൊണ്ടുകൂടി ഈ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയുക സഹോദരിമാർക്കാണ് എന്നതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് K സഫിയ അലി അധ്യക്ഷം വഹിച്ചു. വനിതാ വികസന കോർപ്പറേഷൻ അംഗം P കുൽസു ടീച്ചർ, PV റഹ്മാബി, റഹ്മത്ത് നിസ, സഫിയ ഷറഫിയ, MGM സംസ്ഥാന പ്രസിഡന്റ് ഖദീജ നർഗീസ്, അഡ്വക്കേറ്റ് ലൈല അഷ്റഫ്, P റുക്സാന, ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി KK ഫാത്തിമ സുഹറ എന്നിവർ സംസാരിച്ചു. വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുബൈദ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് സുലേഖ പുത്തൂർ നന്ദിയും പറഞ്ഞു. കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആനുകൂല്യ വിതരണം മേയർ A K പ്രേമജം നിർവഹിച്ചു. 17 പേർക്ക് മരണാനന്തര ധനസഹായവും ചികിത്സാ ധനസഹായം എന്നിവയാണ് നൽകിയത്. ആഭരണ അനുബന്ധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. മലബാർ പാലസിൽ നടന്ന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ പ്രൊഫസർ A K പ്രേമജം നിർവഹിച്ചു. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. തൊഴിലാളികൾക്ക് നൽകുന്ന ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഒക്കെ ഭാഗമായി, ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി നാം പലപ്പോഴും മനസ്സിലാക്കുന്നതും തൊഴിലാളികൾ അനുഭവിക്കുന്നതും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ
അത് വെട്ടിക്കുറക്കുന്ന ഒരു സമ്പ്രദായം. ഉദാരവൽക്കരണം എന്ന വാക്ക് കേട്ടാൽ തോന്നും എല്ലാവരോടും വളരെ ഔദാര്യത്തോടു കൂടിയാണ് സർക്കാരുകൾ പെരുമാറുന്നത്. 17 പേർക്ക് 10,000 രൂപ മരണാനന്തര സഹായവുമായും ചികിത്സാ സഹായമായി 23,642 രൂപ എന്നിവയാണ് നൽകിയത്. മലബാർ ഗോൾഡ് 17 പേർക്ക് 5,000 രൂപ വീതവും വിതരണം ചെയ്തു. ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷം വഹിച്ചു. MP അഹമ്മദ്, T ദാസൻ, KC രാമചന്ദ്രൻ, NS രവി, KG പങ്കജാക്ഷൻ, VP സോമസുന്ദരം, TM സുനിൽകുമാർ, AN മധുസൂദനൻ, M രാമോഹൻ കമ്മത്ത്, റംല BV, ബിജു ആന്റണി, ജോബ് കുട്ടൻ, A അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ KP കേശവമേനോനെ അനുസ്മരിച്ചു. ജാതി വ്യവസ്ഥ ഇല്ലായ്മ ചെയ്ത് പൊതുവായ മനോഭാവം വളർത്തുന്നതിൽ കേശവമേനോൻ വഹിച്ച പങ്ക് വലുതാണെന്ന് TP രാജീവൻ അനുസ്മരിച്ചു. ജാതി വ്യവസ്ഥ ഇല്ലായ്മ ചെയ്ത് പൊതുവായ മനോഭാവം വളർത്തുന്നതിൽ കേശവമേനോൻ വഹിച്ച പങ്ക് വലുതാണെന്ന് TP രാജീവൻ അനുസ്മരിച്ചു. മലബാർ കലാപകാലത്ത് മതസൗഹാർദ്ദം വളർത്താൻ അബ്ദുറഹ്മാൻ സാഹിബ്, കേളപ്പൻ എന്നിവർക്കൊപ്പം കേശവമേനോൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ C കൃഷ്ണമൂസ് അധ്യക്ഷം വഹിച്ചു. K നാരായണൻ നമ്പീശൻ ഗാന്ധി ജയന്തി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി T ബാലകൃഷ്ണൻ സ്വാഗതവും മുൻ സെക്രട്ടറി TK അസീസ് നന്ദിയും പറഞ്ഞു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഹൈസ്കൂളിനുള്ള ഷീൽഡ് BM ഹൈസ്കൂളിലും കോളേജിനുള്ള ട്രോഫി KMCT എഞ്ചിനീയറിംഗ് കോളേജും നേടി. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന MV രാഘവന് നഗരത്തിന്റെ അന്ത്യാഞ്ജലി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജില്ലയുടെ വിവിധയിടങ്ങളിലാണ് അനുശോചന യോഗങ്ങൾ നടന്നത്. CMP ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന MV രാഘവന് കോഴിക്കോട്ടെ പൗരാവലിയുടെ അനുശോചനം. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നൈതികതയുടെ അടയാളമാണ് നഷ്ടമായതെന്ന് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. MC മായൻ ഹാജി, MT പത്മ, AT അബ്ദുള്ളക്കോയ, TV ബാലൻ, KS ഹരിഹരൻ, KP രാജൻ, KV സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് M രാജൻ, CP കുമാരൻ, NV ബാബ്രാജ്, C ബീരാൻകുട്ടി, K ഹസൻ കോയ, K സുരേന്ദ്രൻ, ഡോക്ടർ ഉസ്മാൻ കോയ, PV നവീന്ദ്രൻ, K ഹസൻ കോയ, അഷ്റഫ് മണക്കടവ്, G നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. CMPയുടെ സ്ഥാപകനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MV രാഘവന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഫറൂഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസു വാളക്കട അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് V മുഹമ്മദ് ഹസൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം എളമ്പിലാശ്ശേരി ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് U പോക്കർ, CPI മണ്ഡലം സെക്രട്ടറി പിലാക്കാട്ട് ഷൺമുഖൻ, BJP നേതാവ് തൈത്തോടൻ ശിവദാസൻ, സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ ട്രഷറർ V അബ്ദുൾ അലി, കലാം കടവനാത്ത്, സലീം വേങ്ങാട്ട്, V മോഹനൻ മാസ്റ്റർ, വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി MK അബൂബക്കർ, V ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനുശോചന പ്രഭാഷണം നടത്തി. അനുശോചന യോഗത്തിനു മുമ്പ് CMP പ്രവർത്തകരും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഫറൂഖ് ടൗണിൽ മൗനജാഥ നടത്തി. ഏരിയ സെക്രട്ടറി P ബൈജു സ്വാഗതം പറഞ്ഞു. KT പ്രേംരാജൻ നന്ദി പറഞ്ഞു. CMP ജില്ലാ കമ്മിറ്റി അംഗം K സുബ്രഹ്മണ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഓൾ കേരള പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന പൊതുയോഗം നവംബർ 13 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കും. പ്രതിനിധി സമ്മേളനം രാവിലെ 11 മണിക്ക് അസോസിയേഷൻ ഹാളിൽ നടക്കും. സമാപന പൊതുയോഗം സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ഉദ്ഘാടനം ചെയ്യും. സബ് ജഡ്ജി RL ബൈജു മുഖ്യാതിഥി പങ്കെടുക്കുമെന്നും സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രമേഹം മാറുന്ന രോഗമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമേഹം മാറിയവരുടെ സംഗമം ലോക പ്രമേഹ ദിനമായ നവംബർ 14 വെള്ളിയാഴ്ച കോഴിക്കോട് നടക്കും. നേച്ചർ ലൈഫിലെ പ്രമേഹ സ്വയം ചികിത്സയുടെ ഗുണഫലം നേടിയ ബിഷപ്പ് സക്രിയാസ് മാർ തിയോഫിലിസ് വെള്ളിയാഴ്ച രാവിലെ 10 സിവിൽ സ്റ്റേഷനടുത്തുള്ള നേച്ചർ ലൈഫ് സ്വയം ചികിത്സാലയത്തിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രമേഹത്തെ മാറ്റിയെടുത്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ VS വിജയൻ അധ്യക്ഷത വഹിക്കുന്ന സംഗമത്തിൽ പ്രമേഹ മുക്തിയുടെ അനുഭവവുമായി ഹുസൈൻ മടവൂർ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രമേഹമില്ലാത്ത ജീവിതത്തിന്റെ ലളിത രീതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരിയും ഡോക്ടർ MC സൗമ്യയും ക്ലാസ് എടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ കോഴ വിഷയത്തിൽ കേരള സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രഹസനമെന്ന് DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. ജില്ലാ കായികമേളയ്ക്ക് കൊയിലാണ്ടിയിൽ തുടക്കം. മുക്കം സബ് ജില്ല മുന്നേറുന്നു. റബ്ബർ വിലയിടിവ് തടയാൻ 20 വർഷം മുൻപ് തുടങ്ങാനിരുന്ന റബ്ബർ ഫാക്ടറി ഇപ്പോഴെങ്കിലും അനുവദിക്കാൻ കമ്പനി ചെയർമാൻ കൂടിയായ മന്ത്രി KM മാണി തയ്യാറാവണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.